നമസ്കാരം. മാടത്തരുവി മറിയക്കുട്ടി കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഷെക്കേന എന്താണ് വാസ്തവം ഈ പ്രോഗ്രാമിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ പ്രോഗ്രാമിന്റെ ഈ ഒരു ഘട്ടത്തിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവിധ വശങ്ങൾ ചർച്ച ചെയ്തു. ഈ ഒരു ഘട്ടത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ ഫാദർ ബെനഡിക്ട് ഓണംകുളത്തെ കൊല്ലം ജില്ലാ സെഷൻസ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. 1966 നവംബർ 18 നമുക്കറിയാവുന്നതുപോലെ ഈ വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി പിന്നീട് ഇത് ഹൈക്കോടതി സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമാണ് വധശിക്ഷയിലേക്ക് അത് കിടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വധശിക്ഷയ്ക്ക് വിധിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഹൈക്കോടതിയിലേക്ക് അതിന്റെ അപ്പീലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പോകുന്നു. 1967 മാർച്ച് മാസം 13 ഹൈക്കോടതിയിൽ ഈ അപ്പീലുമായി ബന്ധപ്പെട്ട വിശദമായ വാദങ്ങൾ ആരംഭിക്കുന്നു. ശ്രീ ജോജി അരുൺ, നമുക്ക് ഈ ഹൈക്കോടതി വിധിന്യായം അതിലേക്ക് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് കിടക്കാം. അതിനു മുമ്പ് ഈ പലപ്പോഴും ഈ ഹൈക്കോടതി വിധിന്യായത്തിലാണല്ലോ ഫാദർ ബെനഡിക്ട് ഓണംകുളത്തെ കുറ്റവിമുക്തനാക്കി കോടതി വെറുതെ വിട്ടത്. പക്ഷേ പലപ്പോഴും പലരും ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഹൈക്കോടതി വിധിയെ സ്വാധീനിക്കാൻ സഭ ശ്രമിച്ചു എന്നൊരു കാര്യം. പക്ഷേ അവരുടെ ഒരു ആരോപണത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരൊക്കെയായിരുന്നു ഹൈക്കോടതി ജഡ്ജിമാർ, ആരായിരുന്നു പ്രോസിക്യൂഷൻ, അത് വളരെ പെട്ടെന്നൊന്ന് നമ്മളൊന്ന് പരാമർശിക്കേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പ്രത്യേകിച്ച് ഈ ഹൈക്കോടതിയിലെ ജഡ്ജിമാരായി ഇരുന്നത്, ഈ വാദം കേട്ടത് ഹൈക്കോടതിയിലെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ശ്രീ പി.ടി. രാമൻ നായർ, ഒപ്പം തന്നെ ജസ്റ്റിസ് ഗോപാലൻ നമ്പ്യാർ. ഇവരെ രണ്ടുപേരെ കുറിച്ച് പറയുമ്പോൾ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ വളരെ കണിശതയോടുകൂടി തന്നെ തങ്ങളുടെ കൃത്യനിർവഹണം നടത്തുന്ന വ്യക്തികളാണ്. യാതൊരു സ്വാധീനത്തിലും പെടാത്ത ജഡ്ജിമാരാണ്, വളരെ പ്രഗത്ഭരായിട്ടുള്ള ജഡ്ജിമാരാണ്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഹാജരായത് വടക്കൂട് നാരായണ മേനോൻ എന്ന് പറയുന്ന അതിപ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റ് ആണ് അല്ലെ. അദ്ദേഹത്തെ കുറിച്ച് രസകരമായിട്ട് ചില കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ഇപ്പോഴാണ് പറയുന്നത്. അത് അദ്ദേഹത്തിന് നിഴൽ കാണുമ്പോൾ തന്നെ ഹൈക്കോടതിയിലെ മറ്റുള്ള വക്കീലന്മാർ അവർ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. അത്രമാത്രം പ്രഗത്ഭനും പ്രശസ്തനുമായ ഒരു അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് കൃത്യമായിട്ടുള്ള വളരെ പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റിനെ പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ട് നിയമിക്കുന്നു. മറുസൈഡിൽ ഈ ചങ്ങനാശ്ശേരി അതിരൂപത കൊടുത്ത ഈ പ്രതിഭാഗം എന്ന് ആരോപിക്കപ്പെടുന്ന ബെനഡിക്ട് അച്ഛന്റെ ഭാഗത്തുനിന്ന് കൊടുത്ത അപ്പീലിന് അതിനുവേണ്ടി ഹാജരായത് വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്വക്കേറ്റ് ആണ്. ഡൽഹിയിൽ നിന്നും ASR ചാരി, ആ കാലഘട്ടത്തിൽ ശക്തമായി തന്റെ കൃത്യനിർവഹണം നടത്തുന്ന അല്ലെങ്കിൽ അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെടുന്ന വളരെ പ്രഗത്ഭനും സീനിയറുമായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആണ് ASR ചാരി. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റാണ് നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന്, യാതൊരു തരത്തിലും സ്വാധീനത്തിലും വഴങ്ങാത്ത ജഡ്ജിമാരാണ് ഈ ഒരു കേസ് കേട്ടിരിക്കുന്നത്. ക്രിസ്ത്യാനികളായിട്ടുള്ള ജഡ്ജിമാർ, ചിലർ ആരോപിക്കുന്നതിന്റെ വർഗീയമായിട്ടുള്ള നിറമൊക്കെ നൽകാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ജഡ്ജിമാരല്ല, വളരെ പ്രഗത്ഭരായിട്ടുള്ള യാതൊരു സ്വാധീനത്തിലും വഴങ്ങാത്തവരാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നായിക്കോട്ടെ, ഒപ്പം തന്നെ ഈ അപ്പീൽ കൊടുത്ത പ്രതിഭാഗത്തിന്റെ, പ്രത്യേകിച്ച് സഭയുടെ സൈഡിൽ നിന്നായിക്കോട്ടെ, അവരും നിയോഗിച്ചത് വളരെ പ്രഗത്ഭരായിട്ടുള്ള അഡ്വക്കേറ്റ്സിനെയാണ്. അപ്പോൾ ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ല. സഭയുടെ സൈഡിൽ നിന്ന്, ഈ അപ്പീൽ കൊടുത്ത പ്രതിഭാഗത്തിന്റെ സൈഡിൽ നിന്ന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. വളരെ കണിശതയോട് കൂടി തന്നെ കൃത്യമായി തന്നെ അപ്പീലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ജോർജ് പറഞ്ഞതിൽ നമുക്ക് ക്ലിയർ ആണ്. അതായത് പലപ്പോഴും ഈ വിഷയം ഓൺലൈൻ മീഡിയകളിലൂടെ മറ്റും അവതരിപ്പിക്കുന്ന പലരും ഈ ഹൈക്കോടതി വിധിയെ വളരെയധികം മറച്ചു വെച്ചിട്ടാണ് സംസാരിക്കാറ്. പലപ്പോഴും അവർ പറയുന്നത് പോലീസ് ഭാഷയും പിന്നീട് സെഷൻസ് കോടതിയിൽ നടന്നിട്ടുള്ള വിചാരണയും മാത്രമാണ്. പക്ഷേ ഹൈക്കോടതി വിധി നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒറ്റൊരു പോയിന്റ് കൂടി ഒന്ന് സൂചിപ്പിക്കാനുണ്ട്. ചിലർ ആരോപിക്കുന്ന ചിലൊരു ആരോപണമുണ്ട്, ആ കാലഘട്ടത്തിലെ ഗവൺമെന്റ് ഇതിനെ സ്വാധീനിച്ചു എന്ന്. നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ EMS നമ്പൂതിരിപ്പാട് 1967 മാർച്ച് 6 മന്ത്രിസഭ അധികാരമേൽക്കുന്നത്. ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ എന്ന് പറയുന്ന കേരള കോൺഗ്രസ് പാർട്ടിയും ഒക്കെ ആ കാലഘട്ടത്തിൽ പ്രതിപക്ഷത്താണ്. ചിലർ പറയുന്നു EMS-നെയൊക്കെ സ്വാധീനിച്ചാണ് ഈ കോടതി വിധിന്യായത്തിൽ അനുകൂലമായ വിധി സമ്പാദിച്ചത്. പക്ഷേ അതെല്ലാം നമുക്ക് സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം. കൃത്യമായി തന്നെ യാതൊരു ഇടപെടലും ഇല്ലാതെ ഒരു പക്ഷപാതരഹിതമായിട്ടുള്ള വാദമുഖങ്ങളാണ്, അതിനുമായി ബന്ധപ്പെട്ട ജഡ്ജിമാരാണ്, അഡ്വക്കേറ്റ്സ് ആണ് അവിടെ ഹാജരായിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കാം. EMS മന്ത്രിസഭ രൂപീകരിക്കുന്നത് ഈ വിധി വന്നതിനും 1 മാസം മുമ്പാണ്. വിധി വന്നതിന് ശേഷം EMS മന്ത്രിസഭ അപ്പീൽ പോയില്ല എന്നൊരു പരാതി നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയായാലും യാതൊരു തരത്തിലുള്ള ഒരു സ്വാധീനം, ബാഹ്യ ഇടപെടലുകൾ ഈ കേസിന്റെ ഹൈക്കോടതിയിൽ നടന്ന വാദമുഖങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നത് വളരെ വ്യക്തവും ശക്തവുമായ രീതിയിൽ തന്നെ നമുക്ക് കൃത്യമായി തന്നെ പറയാൻ സാധിക്കും. യെസ്, ഇനി നമുക്ക് ഈ ഹൈക്കോടതി എങ്ങനെ ഫാദർ ബെനഡിക്ട് ഓണംകുളത്തെ കുറ്റവിമുക്തനാക്കി, എന്തെല്ലാം അപാകതകളാണ്
ഈ കൊല്ലം സെഷൻസ് കോടതിയുടെ വിധിയിൽ ഹൈക്കോടതി കണ്ടെത്തിയത് എന്നത് നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. പ്രധാനമായി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട്. ഈ കൊല്ലം സെഷൻസ് കോടതി ഈ സാഹചര്യ അടിസ്ഥാനരഹിതമായ ചില സാഹചര്യ തെളിവുകൾ, പോലീസ് നിർമ്മിച്ച കൃത്രിമമായിട്ടുള്ള ചില തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ കുറ്റസമ്മതത്തിന്റെ സ്വാധീന വലയത്തിൽ പ്രോസിക്യൂഷൻ പെട്ടുപോയി എന്നൊക്കെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശം ഹൈക്കോടതി നടത്തുന്നുണ്ട്. അപ്പോൾ ഹൈക്കോടതി പ്രധാനപ്പെട്ട 6 സർക്കംസ്റ്റൻസസ്, സാഹചര്യങ്ങളാണ് ഈ കൊല്ലം സെഷൻസ് കോടതി ഈ ഫാദർ ബെനഡിക്ട് ഓണംകുളത്തെ വധശിക്ഷയ്ക്ക് വിധിക്കുവാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാരണം, അത് എല്ലാ കുറ്റകൃത്യങ്ങളിലും സ്വാഭാവികമായിട്ടും ഉള്ള ഒരു കാര്യമാണ്, ഈ കുറ്റകൃത്യത്തിനുള്ള മോട്ടീവ്. ഇവിടെ കൊലപാതകമാണ് നടന്നത്, അതുകൊണ്ട് കൊലപാതകത്തിനുള്ള മോട്ടീവ് എന്തായിരുന്നു? അത് പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ കൊല്ലപ്പെട്ട മറിയക്കുട്ടിയും ഒപ്പം തന്നെ ഫാദർ ബെനഡിക്ട് ഓണംകുളവും തമ്മിൽ ഒരു ക്രിമിനൽ ഇന്റിമസി ഉണ്ടായിരുന്നു. ഈ മറിയക്കുട്ടിയുടെ ഇളയ മകന്റെ പിതൃത്വം ഈ ഫാദർ ബെനഡിക്ട് ഓണംകുളത്തിൽ ആരോപിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ മറിയക്കുട്ടിയിൽ നിന്ന് ശല്യം സഹിക്കാൻ വയ്യാതെയായപ്പോൾ ഈ ഫാദർ ബെനഡിക്ട് ഓണംകുളം മറിയക്കുട്ടിയെ കൊല ചെയ്തു എന്നൊരു കാര്യം പറയുന്നു. അപ്പോൾ അവർ തമ്മിൽ ഒരു ക്രിമിനൽ ഇന്റിമസി, അതാണ് മോട്ടീവ് ഫോർ ദി മർഡർ. രണ്ടാമത്തെ കാര്യം, ഈ കൊലപാതകം നടന്ന ആ ഒരു പോയിന്റിൽ, അതിന്റെ ഏറ്റവും അടുത്ത പോയിന്റിൽ ഈ കൊല ചെയ്യപ്പെട്ട വ്യക്തിയും പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയും തമ്മിൽ അവസാനമായി ഒരുമിച്ച് കണ്ടു എന്ന് പറയുന്ന ഒരു കാര്യം. മറ്റൊരു വശം, ഈ കൊലപാതകം നടന്നതിന് ശേഷം പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ഫാദർ ബെനഡിക്ട് ഓണംകുളം തിരിച്ച് അദ്ദേഹത്തിന്റെ വാസസ്ഥലമായ അല്ലെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന ഇടമായ ചങ്ങനാശ്ശേരിയിലേക്ക് പോയി എന്ന് പറയുന്ന കാര്യം. മറ്റ് പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഈ കൊല്ലം സെഷൻസ് കോടതിയുടെ, ഒന്ന് ഈ കൊല ചെയ്യാൻ ഉപയോഗിച്ച കത്തി, 2 ഈ കൊലപാതകത്തിൽ അല്ലെങ്കിൽ കൊലപാതകം നടന്ന ആ ഒരു സന്ദർഭത്തിൽ ഈ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ ബോഡിയിൽ നിന്ന് ലഭിച്ച ഒരു ബെഡ്ഷീറ്റ്, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു തൊണ്ടിമുതലാണ് ഇതുമായി ബന്ധപ്പെട്ട ബ്ലൂ ബാഗ്. ബ്ലൂ ബാഗിന്റെ കാര്യം പറയാനുള്ള ഒരു കാരണം, ഈ അച്ഛൻ, അതായത് ഈ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ഫാദർ ബെനഡിക്ട് ഓണംകുളം ഈ കൊല ചെയ്യപ്പെട്ട സ്ഥലത്തേക്ക്, പിന്നെ കൊലപാതകം നടന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് തിരിച്ചുള്ള യാത്രയിലുടനീളം അച്ഛൻ്റെ ഒരു ബ്ലൂ ബാഗ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ബ്ലൂ ബാഗ് അച്ഛന്റെ റൂമിൽ നിന്ന് കണ്ടെത്തി. അപ്പോൾ ഈ ഒരു 6 പോയിന്റിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലം സെഷൻസ് കോടതി ഈ ഒരു വിധിന്യായത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നാണ് ഹൈക്കോടതി പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു 6 പോയിന്റ് എങ്ങനെ ഹൈക്കോടതി അത് നിരാകരിച്ചു, എന്തുകൊണ്ട് നിരാകരിച്ചു, അതിൽ പല എലമെന്റ്സ് ഉണ്ട്. ഒന്ന് നിയമപരമായിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്, പ്രധാനമായിട്ടും കോടതി അതാണല്ലോ കാണുന്നത്. പിന്നെയുള്ള പ്രധാനപ്പെട്ട എലമെന്റ്സ് എന്ന് പറയുന്നത് ലോജിക്കലി പല കാര്യങ്ങളും ഒരു ചർച്ചയില്ലായ്മ, അപാകത, കൃത്രിമത്വം, അസ്വാഭാവികത, അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ 6 പോയിന്റ്സും കോടതി ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അത് പൊളിക്കുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ആദ്യമേ ഏത് പോയിന്റാണ് എടുക്കേണ്ടത്? നമുക്ക് ആദ്യം ഈ ആയുധത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാം. ഏതൊരു കൊലപാതകത്തിനും അതിനുപയോഗിച്ചിരിക്കുന്ന ആയുധം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ആയുധം പോലീസ് കണ്ടെടുത്തതും ആ ആയുധം ഈ കൊലയ്ക്ക് ഉപയോഗിച്ച ഏതെങ്കിലും ഒരു വ്യക്തി കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധമാണോ എന്നുള്ളത് കോടതി പരിശോധിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ ഈ കൊല ചെയ്യാൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്തു എന്ന് പറയുന്ന ഒരു പോയിന്റ്, അത് എങ്ങനെ പോലീസ് കണ്ടെടുത്തു, ആ ഒരു ആസ്പെക്റ്റിലേക്ക് നമുക്കൊന്ന് ചർച്ച പോകാം. അതിനു മുമ്പ് വളരെ 1-2 പ്രധാനപ്പെട്ട പോയിന്റ്സ് പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ടത്, ഈ ബെനഡിക്ട് അച്ഛനെ അറസ്റ്റ് ചെയ്ത ആ ഒരു നിമിഷം, അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത നിമിഷം, പിന്നീടുള്ള അറസ്റ്റ്, പിന്നീട് വിവിധ കോടതികളിൽ ഹാജരാക്കിയ സന്ദർഭം, അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ഫാദർ ബെനഡിക്ട് ഓണംകുളത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് 1966 ജൂലൈ മാസം 31-ാം തീയതിയാണ് കൊല്ലം പോലീസ് ക്ലബിൽ. പിന്നീട് ഓഗസ്റ്റ് 1-ാം തീയതി, അതായത് പിറ്റേ ദിവസം രാത്രി 10 മണിയോടുകൂടി ബെനഡിക്ട് അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സ്വാഭാവികമായിട്ടും അറസ്റ്റ് ചെയ്ത ഒരു വ്യക്തി 24 മണിക്കൂറിനുള്ളിൽ ആ അറസ്റ്റ് നടന്ന ആ ഒരു പ്രദേശത്തെ ആ ജുറിഡിക്ഷനിലുള്ള ഒരു കോടതിയിൽ ഹാജരാക്കണം. അതിന്റെ ഭാഗമായി ഓഗസ്റ്റ് 2-ാം തീയതി രാവിലെ 9:30 കൊല്ലം സബ് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ അദ്ദേഹത്തെ ഹാജരാക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു മജിസ്ട്രേറ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പോലീസ് കസ്റ്റഡിയിലായിരിക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് നേരിട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ അച്ഛൻ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്, ബുദ്ധിമുട്ട് നേരിട്ടില്ല. അത് ഓർക്കുക, ആ ഒരു പോയിന്റിൽ അച്ഛന് യാതൊരു നിയമസഹായവുമില്ല. കുറച്ച് നേരമായി അല്ലെങ്കിൽ കുറെ മണിക്കൂറുകളായി പോലീസ് കസ്റ്റഡിയിൽ അദ്ദേഹം ഒറ്റയ്ക്കാണ്. മറ്റ് നിയമവിദഗ്ധരുമായി ബന്ധപ്പെടാനുള്ള ഒരു മാർഗമില്ല. ഈ അച്ഛനെ പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുവരുന്ന സമയത്ത്, അല്ലെങ്കിൽ അച്ഛൻ വരുന്ന സമയത്ത്, പോലീസ് കസ്റ്റഡിയിലേക്ക് പോലീസ് ആവശ്യപ്പെട്ട പ്രകാരം പോലീസിന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഒരു വക്കീൽ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛനെ അവിടെ ആക്കിയിട്ട് വക്കീൽ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നിയമസഹായമില്ല. അപ്പോൾ എന്തൊക്കെ കോടതിയിൽ, ആദ്യമായ ഒരു കോടതിയിൽ നിൽക്കും, എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയരുത്, അല്ലെങ്കിൽ എന്തൊക്കെ പരാതികൾ ഉന്നയിക്കണം എന്നതിനെ പറ്റി അച്ഛന് യാതൊരു അവഗാഹവുമില്ല. അതുകൊണ്ട് തന്നെ യാതൊരു പരാതിയുമില്ല എന്ന് പറയുന്നു. പിന്നീട് ഈ കേസ് രജിസ്റ്റർ ചെയ്തത് പത്തനംതിട്ട ആ ഒരു സബ് മജിസ്ട്രേറ്റിന്റെ പരിധിയിലായതുകൊണ്ട് തന്നെ കൊല്ലം സബ് മജിസ്ട്രേറ്റ് അദ്ദേഹത്തെ പത്തനംതിട്ട സബ് മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് വിടുകയാണ്. ഈ പത്തനംതിട്ട സബ് മജിസ്ട്രേറ്റ് ഈ കേസിലെ PW17 ആണ്. അദ്ദേഹത്തിന്റെ അടുത്ത് എത്തുന്നത് ഓഗസ്റ്റ് 2-ാം തീയതി ഉച്ചയ്ക്ക് 12:30 കൂടിയാണ്. അപ്പോൾ 12:30 കൂടി എത്തുമ്പോൾ പോലീസ്, അതായത് PW42 ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ അടൂർ DYSP
അദ്ദേഹം അച്ഛന്റെ ഒരു പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടുന്നുണ്ട്. 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയാണ് ആവശ്യപ്പെടുന്നത്. സബ് മജിസ്ട്രേറ്റ് അത് സമ്മതിക്കുന്നു. ഒപ്പം തന്നെ അച്ഛൻ ഒരു കാര്യം D13, അതായത് ഡിഫൻസ് 13, ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഡിഫൻസ് 13. അതിനകത്ത് അച്ഛൻ കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ പോലീസ് കസ്റ്റഡിയിലായിരിക്കെ പോലീസ് എന്നെ പീഡിപ്പിച്ചു, ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ നിഷ്കളങ്കനാണ്, എനിക്ക് യാതൊന്നും അറിയില്ല, പോലീസിന്റെ ആ ഒരു പീഡനത്തിൽ പേടിച്ച് അല്ലെങ്കിൽ എന്റെ സുരക്ഷയെ പേടിച്ചാണ് ഞാൻ ഈ കുറ്റസമ്മത മൊഴി നൽകേണ്ടി വന്നത്. ഓർക്കുക, അതിനു മുമ്പ് ഈ PW42 കോടതിയിൽ ഒരു രേഖ സമർപ്പിക്കുന്നുണ്ട്, D17 എന്ന് പറയുന്ന രേഖ, അതായത് ഈ കസ്റ്റഡിയിലായിരിക്കുന്ന പ്രതിയുടെ കുറ്റസമ്മത മൊഴി. അപ്പോൾ ഈ പത്തനംതിട്ട സബ് മജിസ്ട്രേറ്റ്, അതായത് PW17 മുമ്പിൽ 2 രേഖകൾ വരികയാണ്. ഒന്ന് D13, D17. D13 ഈ ബെനഡിക്ട് അച്ഛൻ പറയുന്ന ഒരു പരാതിയുണ്ട്, പോലീസിനെതിരെ പറയുന്ന പരാതി, ഈ കേസിൽ തനിക്ക് യാതൊരു പങ്കുമില്ല, നിഷ്കളങ്കനാണ് എന്ന് പറയുന്ന റിട്ടേൺ ആയിട്ടുള്ള ഒരു കാര്യം. മറ്റൊരു കാര്യം D17, അതായത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ PW42 അടൂർ DYSP ഹാജരാക്കിയ പ്രതിയുടെ കുറ്റസമ്മത മൊഴി. അപ്പോൾ ഇത് രണ്ടും ഈ മജിസ്ട്രേറ്റിന് മുമ്പിൽ വരുന്നു. സ്വാഭാവികമായിട്ടും ഈ കുറ്റസമ്മത മൊഴി കാണുന്ന ഒരു മജിസ്ട്രേറ്റ് ഈ പോലീസിന്റെ ആവശ്യപ്രകാരം തെളിവെടുപ്പിനായിട്ട് 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലേക്ക് ഈ പത്തനംതിട്ട സബ് മജിസ്ട്രേറ്റ് വിടുകയാണ്. പിന്നീട് നടന്ന ചില കാര്യങ്ങൾ ഈ കുറ്റാന്വേഷണ ചരിത്രത്തിലെ കേട്ടുകേൾവിയില്ലാത്ത ചില നാടകങ്ങൾ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കും. 12 കൂടിയാണ് പത്തനംതിട്ട സബ് മജിസ്ട്രേറ്റിലെ ആ ഒരു നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. തുടർന്ന് ഈ മജിസ്ട്രേറ്റിന്റെ ആ ഒരു ഉത്തരവ് കിട്ടിയതിനു ശേഷം ഉടനടി തന്നെ ഈ PW42 അച്ഛനുമായി തെളിവെടുപ്പിന് പോവുകയാണ്. അതായത് കൊലപാതകം നടന്ന പത്തനംതിട്ട മന്നമരുതിയിൽ പ്രധാനമായും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി. കാരണം കൊലപാതകം നടന്നു എന്ന കാര്യം വ്യക്തമാണ്. അപ്പോൾ ഈ ഒരു വിചാരണ വേളയിൽ അല്ലെങ്കിൽ കേസിന് ഒരു സ്ട്രോങ് അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെങ്കിൽ ഈ കൊലപാതകത്തിന് യൂസ് ചെയ്ത ആയുധം കണ്ടെടുക്കണം. അതിന്റെ ഭാഗമായിട്ട് ഈ അച്ഛനെ കൂട്ടിക്കൊണ്ട് മന്നമരുതിയിൽ എത്തുന്നു. ഏകദേശം ഉച്ചയ്ക്ക് 1:30 കൂടി തന്നെ മന്നമരുതിയിൽ എത്തുന്നു. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നടന്ന ചില നാടകീയമായ രംഗങ്ങൾക്കാണ് ജോജി. ശ്രീ ജോർജി, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് D13 എന്ന ഒരു രേഖ കോടതിയിൽ മജിസ്ട്രേറ്റിന് ഹാജരാക്കിയ അച്ഛൻ വെറും 1 മണിക്കൂറിനുള്ളിൽ സംഭവ സ്ഥലത്തെത്തി താൻ കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം ഒളിപ്പിച്ച സ്ഥലം ചൂണ്ടിക്കാണിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അച്ഛൻ അവിടെ പറയുന്നത് എനിക്ക് പോലീസിൻ്റെ ആ ഒരു കസ്റ്റഡിയിലായിരുന്ന സമയത്ത് ഒരുപാട് പീഡനങ്ങളുണ്ടായി, ഞാൻ എൻ്റെ പ്രാണനെ ഭയന്നാണ് ഞാൻ അവരോട് എല്ലാ കുറ്റം സംഭവിച്ചത്. അങ്ങനെ പറഞ്ഞ അച്ഛൻ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ആയുധം വീഴുന്ന സ്ഥലം ചൂണ്ടിക്കാണിച്ചു. നമുക്ക് അതിൻ്റെ ആ ഒരു ലോജിക്ക് ഇല്ലായ്മകൾ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ ജോർജ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. D13 എന്ന ഒരു രേഖ അവിടെ കോടതിയിൽ മജിസ്ട്രേറ്റിന് ഹാജരാക്കിയ പ്രതി അച്ഛൻ 1 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രോസിക്യൂട്ടീവ് വിറ്റ്നസ് 42 അടൂർ DYSPയുടെ കൂടെ ഈ സംഭവ സ്ഥലത്ത് എത്തി താൻ ഈ കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം ഒളിപ്പിച്ചു വെച്ച സ്ഥലം ഏകദേശം പോയിന്റ് ഔട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം, പ്രോസിക്യൂഷൻ വിറ്റ്നസ് 42 അച്ഛനെ കൂട്ടി അവിടെ എത്തുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പ്രോസിക്യൂഷൻ വിറ്റ്നസ് 22 മറ്റ് 4 പേരും കൂടെ അച്ഛൻ ചൂണ്ടിക്കാണിച്ച ഈ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഒരു പ്രദേശമാണ് ജനറലായിട്ട് ഒരു പ്രദേശം. ഒരു കാര്യം എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, അതായത് ഈ പ്രോസിക്യൂഷൻ വിറ്റ്നസ് 42 അടൂർ DYSPയുടെ ഭാഷ്യം എന്ന് പറയുന്നത് പോലീസ് കസ്റ്റഡിയിലായിരിക്കെ ഈ അച്ഛൻ ഈ കത്തി കിടക്കുന്ന സ്ഥലം എവിടെയാന്ന് പറഞ്ഞു, ഈ ബ്ലൂ ബാഗ് നേരത്തെ നമ്മൾ പറഞ്ഞു ബ്ലൂ ബാഗ് എവിടെയാന്ന് പറഞ്ഞു എന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. ഒരിക്കലും തെളിവ് നമുക്ക് പിന്നീട് അതിന്റെ ഒരു നിയമവശം ചർച്ച ചെയ്യും. അതെ ജോർജ്, മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ അവർ ഇങ്ങനെ ഈ PW22 മറ്റുള്ള ഈ 4 പേരും കൂടെ ഈ ഒരു കത്തി അല്ലെങ്കിൽ ഏതൊരു ആയുധമാണോ അത് തേടി പോകുമ്പോൾ അവരുടെ ബോഡി പരിശോധിക്കുന്നില്ല. കാരണം മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വേണമെങ്കിൽ ഈ ഒരു ആയുധം ഒളിപ്പിച്ച് വെച്ച് സാധിക്കുന്നില്ല. അതിനുശേഷം മറ്റൊരു കാര്യം, ഇതൊരു മർഡർ കേസിൽ ഇതൊരു സ്ട്രോങ് എവിഡൻസ് ആയി മാറണമെങ്കിൽ ഈ ആരാണോ ഈ കൃത്യം ചെയ്ത് ആ വ്യക്തി തന്നെ ഈ ഒരു സ്ഥലം പറയുകയും അതിനുശേഷം ആ വ്യക്തി തന്നെ ഈ ഒരു ആയുധം എടുത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് അതൊരു സ്ട്രോങ് എവിഡൻസ് ആയി മാറുന്നത്. അത് മാത്രമല്ല, ആ വ്യക്തിക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് തന്നെ വന്ന് ആ വ്യക്തി തന്നെ അത് എടുത്ത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ കൊടുത്തു കഴിയുമ്പോൾ മാത്രമാണ് അത് വിചാരണ കാലയളവിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആയി സ്വീകരിക്കാൻ പാടുള്ളൂ. അതെ, അപ്പൊ ഇവിടെ അതൊന്നും സംഭവിക്കില്ല. ഇവിടെ ജസ്റ്റ് ആ ഒരു പ്രദേശം മാത്രം ചൂണ്ടിക്കാണിക്കുന്നു. ഇനി ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം പറയാൻ ശ്രദ്ധിക്കണം. കൊല്ലം സെഷൻസ് കോടതിയിൽ KT തോമസ് വക്കീല് ആ കേസ് അന്വേഷിച്ച റാന്നി SI മിസ്റ്റർ കരുണാകരനോട് ഈ ഒരു കത്തിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: പഴകിയതും തുരുമ്പ് പിടിച്ചതും എന്നാൽ രക്തക്കറ ഉള്ളതുമായ ഒരു കത്തിയാണ്. എന്നിട്ട് അവർ ഈ കത്തി പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ വെട്ടിത്തിളങ്ങുന്ന യാതൊരു രക്തക്കറയില്ല തുരുമ്പ് ഒന്നുമില്ലാത്തൊരു കത്തിയാണ് കാണിച്ചത്. അപ്പോൾ അതിൽ തന്നെ പുതിയ കത്തിയാണ് കാണിച്ചത്. മനസ്സിലാക്കണം. അപ്പം ഇതിനെക്കുറിച്ച് അഡ്വക്കേറ്റ് ഷാരി ഹൈക്കോടതി പറയുന്ന ഒരു വളരെ രസകരമായ കമന്റ് ഉണ്ട് അല്ലേ? അതെ, ഈ കത്തി കൊണ്ട് ഒരു കോഴിയുടെ കഴുത്ത് പോലും അറക്കാൻ പറ്റാത്ത അത്രയും മൂർച്ച കുറഞ്ഞ ഒരു ചെറിയൊരു കത്തി. ഈ ചെറിയ കത്തിയാണ്. പിന്നെ മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ സംഭവം നടക്കുന്നത് മൺസൂൺ കാലത്താണ്. അതായത് ജൂൺ 15-ാം തീയതിയാണ് കൊലപാതകം നടക്കുന്നത്. ഈ കത്തി കണ്ടെത്തുന്നത് ഓഗസ്റ്റ് മാസം 2-ാം തീയതിയാണ് എന്ന് പറഞ്ഞ് 1.5 മാസത്തിലേറെ
ആ മൺസൂൺ കാലത്ത് മഴയിലും മണ്ണിലും കുതിർന്നു കിടന്ന ഒരു കത്തി, ആ കത്തി പുറത്തേക്ക് എടുത്ത് അത് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അതിന്മേൽ ഒന്നും തന്നെയില്ല. അതായത് ഒരു ഇരുമ്പ് കത്തിയാണ്, ഈ ഇരുമ്പ് കത്തിന്മേൽ തുരുമ്പുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ ഒരു കൊച്ചു കുട്ടിക്ക് പോലും ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഒപ്പം ഒരു കാര്യം കൂടിയുണ്ട്, അതായത് പോലീസ് കണ്ടെത്തിയത്, അതായത് കെമിക്കൽ എക്സാമിനേഷന് വേണ്ടി കത്തി പ്രൊഡ്യൂസ് ചെയ്തെന്ന് പറയുന്നു, അതിനകത്ത് രക്തക്കറ കണ്ടെത്തിയെന്ന് പറയുന്നത്. ഇപ്പൊ അരുൺ പറഞ്ഞൊരു വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ഈ മൺസൂൺ കാലയളവാണ്, മലയോര മേഖലയാണ്, അതിശക്തമായ മഴ പെയ്യുന്ന ഒരു പ്രദേശം, പത്തനംതിട്ട, റാന്നി മേഖലകൾ നമുക്കറിയാം. അതും മാത്രമല്ല ആ അരുവിയുടെ തൊട്ടടുത്ത് തന്നെയാണ് അതിനകത്ത് ഇതിനകത്ത് കൃത്യമായി പറയുന്ന വാട്ടർ ലൈൻ എന്നാണ് സൂചിപ്പിക്കുക. വാട്ടർ ലൈനിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കത്തി കണ്ടെടുക്കുന്നത്. അപ്പോൾ ഈ 45 ദിവസ കാലയളവിൽ ഈ മണ്ണിൽ ഇങ്ങനെ കുത്തി നിർത്തിയ നിലയിലാണ്, അതായത് ഏകദേശം 3/4 ഭാഗത്തോളം മണ്ണിലേക്ക് ആഴ്ന്നു നിൽക്കുന്നു. മണ്ണിൽ കുത്തി നിർത്തിയ നിലയിൽ അതിനകത്ത് ഒരു രക്തക്കര കണ്ടെടുക്കുന്നു. യാതൊരു തുരുമ്പുമില്ല. അത് വളരെ ഒരു എന്താ പറയണേ, ഒരു ഇഡിയോറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടെത്തലെന്ന് തന്നെ പറയേണ്ടി. അല്ലെങ്കിൽ മറ്റൊരു രീതി പറയുന്നത് ആ കത്തിയുടെ ഒരു ബലവും ആ കത്തിയുടെ ഒരു ഷേപ്പും വെച്ച് ഇപ്രകാരം കഴുത്തിൽ ഒരു ആഴത്തിലുള്ള ഒരു മുറിവുണ്ടാക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഇതൊരു കാര്യം നമുക്ക് ഓർപ്പിക്കാം, ഇത് പോലീസ് തന്നെ ഈ കത്തി ഒളിപ്പിച്ചു കൊണ്ടുവന്ന് ഒന്നുകിൽ PW22 അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ കത്തി അവിടെ വെക്കുകയും അതിനുശേഷം അങ്ങനെ ഒരു കത്തി കണ്ടെത്തി എന്ന് വരുത്തി തീർക്കുകയും അങ്ങനെ ഒരു കൃത്രിമത്വത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആയുധമില്ല, അങ്ങനെ ഒരു ആയുധം പോലീസ് കൃത്രിമമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ഈ കൊലപാതകം നടന്നത് ജൂൺ മാസം 15-ാം തീയതി. അപ്പോൾ വളരെ ദിവസങ്ങളായി പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കൊരു പ്രതി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കിട്ടുന്നു, അതും വൈദികനെ കിട്ടുന്നു. പിന്നീട് പോലീസ് നടത്തുന്നത്, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ കത്തിയാണ് ചർച്ച ചെയ്തത്. അപ്പോൾ എങ്ങനെയെങ്കിലും അച്ഛനാണ് കൊലപാതകി എന്ന തരത്തിൽ വരുത്തി തീർക്കാനുള്ള ഒരു തെളിവെടുപ്പ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കഥകൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കെട്ടിച്ചമയ്ക്കാനുള്ള പോലീസിന്റെ ഒരു വ്യഗ്രത, സ്വാഭാവികമായിട്ടുള്ള ഒരു ധൃതി ഈ ഒരു ഘട്ടത്തിൽ തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഈ കത്തി കണ്ടെടുത്തതിന് ശേഷം പിന്നീട് ഈ PW42 അടൂർ ഡിവൈഎസ്പി അച്ഛനെ കൂട്ടിക്കൊണ്ട് ഈ ചങ്ങനാശ്ശേരിയിലേക്ക് പോകുന്നുണ്ട്. അച്ഛന്റെ താമസ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അച്ഛൻ ഈ ബിഷപ്പ് ഹൗസിന്റെ ഓപ്പോസിറ്റുള്ള ഓർഫനേജിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ അച്ഛന്റെ റൂമിന്റെ താക്കോൽ ഓൾറെഡി അച്ഛൻ കസ്റ്റഡിയിലായിരുന്ന സമയത്ത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കരസ്ഥമാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് റൂം തുറക്കുന്നു. ആ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കൂടെ തന്നെ ആ മേഖലയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, PW34 ഉണ്ട്, ചങ്ങനാശ്ശേരിയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. ഈ റൂം തുറക്കുന്നു. പിന്നീട് അച്ഛന്റെ ഡ്രോയറിൽ നിന്ന് ഈ ഒരു ബ്ലൂ ബാഗ് കരസ്ഥമാക്കുന്നു. അതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് കസ്റ്റഡിയിലായിരിക്കെ അച്ഛൻ കൊടുത്ത വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കരസ്ഥമാക്കുന്നത് എന്നാണ്. ഈ ബ്ലൂ ബാഗ് കരസ്ഥമാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നമ്മൾ തുടർന്ന് പറയുന്നുണ്ട്, മറ്റു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതാണ്, മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞതാണ്. ഈ അച്ഛന്റെ യാത്രയിലുടനീളം അച്ഛൻ്റെ ഒരു ബ്ലൂ ബാഗ് കയ്യിൽ ഉണ്ടായിരുന്നു എന്നൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അച്ഛനെ ഒരു പ്രതിയെ കിട്ടിയിരിക്കുന്നു, അച്ഛനാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂട്ടിയിണക്കാൻ വേണ്ടിയിട്ട് ഈ ബ്ലൂ ബാഗും ഇതിൽ നിന്ന് കണ്ടെടുക്കുന്നു. പിന്നീട് കെമിക്കൽ എക്സാമിനേഷനിൽ ആ ബ്ലൂ ബാഗിന്റെ ഉള്ളിൽ ഒരു രക്തക്കറ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. അതേസമയം തന്നെ അച്ഛന്റെ റൂമിൽ നിന്ന് അച്ഛന്റെ ഒരു ലോഹയും ബനിയനും അങ്ങനെ മറ്റു വസ്തുക്കളും പോലീസ് കരസ്ഥമാക്കുന്നുണ്ട്. ഈ ലോഹയിലും രക്തക്കറ ഉണ്ടെന്നാണ് പിന്നീട് പോലീസ് ഭാഷയും. പക്ഷേ അവർ ആ ലോഹ എടുക്കുന്ന സമയത്ത് അതിൽ രക്തക്കറ ഉണ്ടായതായിട്ട് എവിടെയും രേഖപ്പെടുത്തിയില്ല. ജോർജ്, ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അച്ഛന്റെ തിരിച്ചുള്ള ചങ്ങനാശ്ശേരിക്കുള്ള യാത്രയിൽ അച്ഛനെ കാണുന്ന പല വ്യക്തികളുണ്ട്. എന്നാൽ അവരാരും ഈ ലോഹയിലുള്ള ഈ രക്തക്കറ കാണുന്നില്ല. എന്നാൽ ഈ റൂമിൽ വെച്ച് അച്ഛന്റെ ലോഹ എടുത്തു കഴിഞ്ഞാൽ വീട് അത് പരിശോധനയ്ക്ക് വിട്ടു കഴിയുമ്പോൾ അതിൽ രക്തക്കറ കാണാൻ സാധിക്കും. പക്ഷേ ആ ലോഹ കണ്ടെടുക്കുന്ന ആ സമയത്ത് റിപ്പോർട്ടിൽ ആ ലോഹയിൽ രക്തക്കറ ഉള്ളതായിട്ട് പറയുന്നു. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കൊലപാതകം നടന്ന സമയത്ത് അച്ഛൻ ലോഹ ധരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കഴുത്തറുത്തുള്ള ഒരു കൊലപാതകമാണ്, രക്തം ഒരുപാട് ചീറ്റി വരും. അപ്പോൾ ലോഹം മുഴുവൻ രക്തം നിറയുന്ന ഒരു അവസ്ഥ വന്നേനെ. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇനി അച്ഛൻ ലോഹ ഇല്ലാതെയാണ് കൊലപാതകം നടത്തിയതെങ്കിൽ അച്ഛൻ്റെ ലോഹയിൽ രക്തക്കറ കാണേണ്ട ആവശ്യം വരുന്നില്ല. പകരം അച്ഛൻ്റെ ഷർട്ടോ പാൻറ്റോ മറ്റു വസ്ത്രങ്ങളിലായിരിക്കും ഒരുപാട് രക്തം കാണേണ്ടി വന്നത്. ഓക്കെ, ഒരു പോയിന്റ് കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. നമുക്ക് ഈ കൊലപാതകം നടന്നത് ജൂൺ മാസം 15-ാം തീയതി, അച്ഛനെ അറസ്റ്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് മാസം 2-ാം തീയതി. ഈ അച്ഛനാണ് പ്രതിയെങ്കിൽ ഈ അച്ഛൻ ഈ കുറ്റകൃത്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രിമിനൽ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സാക്ഷികളുടെ പോലീസ് കൊണ്ടുവന്ന സാക്ഷികളെ വിശ്വാസത്തിൽ എടുക്കാമെങ്കിൽ സ്വാഭാവികമായിട്ടും അച്ഛനെ ഇവർ ബ്ലൂ ബാഗ് കൂടി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ലോഹ, ഇപ്പൊ പോലീസ് പറയുന്നു കെമിക്കൽ എക്സാമിനേഷനിൽ ലോഹയിൽ രക്തക്കറ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഇൻവോൾവ്മെന്റ് ഇതിന്റെ അകത്ത് ഉണ്ടെങ്കിൽ അച്ഛൻ ഈ 45 ദിവസ കാലയളവിനുള്ളിൽ ഈ തെളിവുകൾ നശിപ്പിച്ചേനെ? വളരെ ശരിയാണ്. കാരണം പോലീസ് ആരോപിക്കുന്നത് ഇത് വളരെ ഒരു ആസൂത്രിതമായ കൊലപാതകമെന്നാണ്. അതായത് അല്ലാതെ പെട്ടെന്നുണ്ടായ ഒരു സഡൻ ആയിട്ട് ഒരു മൂവ്മെന്റിലല്ല. അപ്പോൾ അങ്ങനെ ആസൂത്രിതമായ ഒരു കൊലപാതകമാണെങ്കിൽ അച്ഛൻ ഉറപ്പായിട്ടും തന്നെ നടന്നേനെ. എന്താണ് പ്രധാനപ്പെട്ട ആസൂത്രണം? തൊണ്ടിമുതലുകൾ നശിപ്പിക്കുക. എന്നാൽ ഇവിടെ ഇതൊന്നും സംഭവിക്കുന്നില്ല. ലോഹയൊക്കെ അച്ഛൻ
അച്ഛൻ വളരെ ഭദ്രമായി കൊണ്ട് ആ ട്രോയി കൊണ്ട് പൂട്ടി വെക്കുന്നു, ബാഗ് അവിടെ തന്നെ വെക്കുന്നു, കത്തി അവിടെ തന്നെ കുത്തി വെക്കുന്നു. ഞാൻ ഒരു കാര്യം എടുത്ത് പറയുകയാണ്, കത്തി കഴുകാൻ വേണ്ടി അവിടെ തൊട്ടടുത്ത് തന്നെ പുഴയുണ്ട്, അവിടെ വേണേൽ കഴുകിക്കളയാം, അവിടെ ഉപേക്ഷിക്കാം. ഇതൊന്നും അച്ഛൻ ചെയ്യുന്നില്ല. എന്നാൽ കൊലപാതകം ആസൂത്രണമാണ് താനും. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഏകദേശം അന്വേഷണം തുടങ്ങി ഒന്നരാഴ്ച പിന്നിട്ടപ്പോൾ തന്നെ ഇത് ചങ്ങനാശ്ശേരി അരമനയുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ചിരുന്നു പോലീസിന്റെ അന്വേഷണം. ആ സമയം മുതൽ അച്ഛൻ ഈ കാര്യങ്ങൾ മണത്തറിയാൻ സാധിക്കുന്നതാണ്. അതെ, അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി പറയാൻ ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും, ഈ പോലീസ് നടത്തിയ ആ ഒരു തെളിവെടുപ്പ്. ഒപ്പം എൻ്റെ ഒരു ലീഗൽ പോയിന്റ് പറയാൻ വിട്ടുപോയി. ഈ ഒരു ഘട്ടത്തിൽ അച്ഛൻ നേരത്തെ നാം പറഞ്ഞതാണ്, ഈ D13 അച്ഛനൊരു മൊഴി കൊടുക്കുന്നു. അതിനുശേഷം പിന്നീട് അച്ഛൻ ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസിന് ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ അത് നിയമത്തിന്റെ ഒരു കണ്ണിലൂടെ നോക്കുമ്പോൾ അത് ഭരണഘടനയുടെ ചില വകുപ്പുകൾ കൂടി ചൂണ്ടിക്കാണിച്ച് കോടതി ആ തെളിവിനെ നിരാകരിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 20 പ്രകാരം അത് ടെസ്റ്റിമോണിയൽ കമ്പൾഷൻ എന്ന കാറ്റഗറിയിലേക്ക് ഈ രണ്ട് തെളിവെടുപ്പും ഈ രണ്ട് റിക്കവറിയും ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും അച്ഛനെതിരെയുള്ള ഒരു തെളിവായി ഒരിക്കലും ഉയർത്തിക്കാട്ടാൻ സാധിക്കില്ല. പല കെട്ടിച്ചമച്ച പല എലമെന്റ്സും ഇതിൻ്റെ അകത്തുണ്ട്, പല കൃത്രിമത്വവും ഇതിൻ്റെ അകത്തുണ്ട്, പല അസ്വാഭാവികതകളും ഇതിൻ്റെ അകത്തുണ്ട്. ഭരണഘടനാപരമായി നിലനിൽക്കുന്നില്ല, ലോജിക്കലി നിലനിൽക്കുന്നില്ല എന്നൊരു കാര്യം വ്യക്തവും ശക്തവുമായ ഭാഷയിൽ തന്നെ ഹൈക്കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ കത്തി, ഈ ബ്ലൂ ബാഗുമായി ബന്ധപ്പെട്ട ആ ഒരു സർക്കംസ്റ്റൻസസ് എങ്ങനെ ഹൈക്കോടതി നിരാകരിച്ചു എന്നത് വളരെ വ്യക്തമായി തന്നെ അവതരിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഈ മൃതശരീരത്തിന്റെ ഒപ്പം കണ്ടെടുത്ത ഈ ബെഡ്ഷീറ്റ്. ആ ബെഡ്ഷീറ്റ് ആരുടേതാണ് അല്ലെങ്കിൽ അത് അച്ഛൻ്റെതാണ് എന്ന തരത്തിലാണ് പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ പോലീസ് കൊല്ലം സെഷൻസ് കോടതിയിൽ തെളിയിക്കാൻ ശ്രമിച്ചത്. ഈ മൃതദേഹത്തിന്റെ ഒപ്പം ഒരു ബെഡ്ഷീറ്റ് കണ്ടെടുത്തു എന്നത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ആദ്യം കണ്ട സാക്ഷി മുതൽ കൃത്യമായി തന്നെ ഒരു ബെഡ്ഷീറ്റിന്റെ കാര്യം പറയുന്നുണ്ട്. ബെഡ്ഷീറ്റിൽ പുതച്ചാണ് ആ ഒരു മൃതദേഹം കിടന്നതെന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇനി ഈ ഒരു ബെഡ്ഷീറ്റ് അച്ഛൻ്റെതാണ് അല്ലെങ്കിൽ അച്ഛന് ഈ ഒരു കുറ്റകൃത്യവുമായി ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ഈ ബെഡ്ഷീറ്റിനെ എങ്ങനെ പോലീസ് പ്രോസിക്യൂഷൻ യൂസ് ചെയ്തു എന്ന കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ പോലീസ് വളരെ കൗശലപൂർണമായ ചില നടപടികളാണ് സ്വീകരിച്ചത്. നാം ഇതിന്റെ പിന്നാമ്പുറത്തേക്ക് പോകുമ്പോൾ ബെനഡിക്ട് അച്ഛൻ താമസിച്ചിരുന്നത് നമുക്കറിയാം ഓർഫനേജും അരമനയെല്ലാം ഒന്നിച്ചു ചേർന്നുള്ള ഒരു കോംപ്ലക്സ് ആണ്. അപ്പോൾ ഈ അന്വേഷണം ആദ്യമേ തന്നെ ഈ അരമനയിലേക്ക് അതല്ലെങ്കിൽ ചങ്ങനാശ്ശേരി ബിഷപ്പ് ഹൗസുമായി ബന്ധപ്പെട്ട ഏരിയകളിലേക്ക് കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം അന്വേഷണം തുടങ്ങിയ ഒരു രണ്ട് മൂന്ന് ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പോലീസ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആസ്ഥാന കേന്ദ്രത്തിലേക്ക് എത്തുകയും അവിടെയുള്ള അലക്കുകാരുമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ബെഡ്ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു അലക്കുകാരൻ, അദ്ദേഹത്തിൻ്റെ പേര് ഔസേപ്പ് എന്നാണ്, അദ്ദേഹം പറയുന്നുണ്ട് ഓരോ വൈദികരുടെയും അദ്ദേഹം അലക്കടയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലങ്ങളിൽ എല്ലാവരുടെയും ഡ്രസ്സുകൾ കൂടി ഒരുമിച്ച് കൊണ്ടുപോയിട്ടാണ് അലക്കുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയെയും തിരിച്ചറിയാനായിട്ട് അതുമേലൊരു അടയാളം രേഖപ്പെടുത്തും. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ബെനഡിക്ട് അച്ഛൻ്റെ അലക്കടയാളം N എന്ന നമ്പറാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിവിടെ കെടുക്കേ. ഇനി നമുക്ക് ആ ബെഡ്ഷീറ്റിലോട്ടൊന്ന് വരാം. ഈ ബെഡ്ഷീറ്റ് ഈ പോലീസിൻ്റെ കസ്റ്റഡിയിൽ വന്നു, അതിനുശേഷം മജിസ്ട്രേറ്റ് കോടതിയിൽ വന്നു. ഈ സമയത്തെല്ലാം പോലീസ് അവരുടെ ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് ഈ ബെഡ്ഷീറ്റിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് രക്തത്തിൽ കുളിച്ചു കിടന്ന ഒരു ബെഡ്ഷീറ്റാണ്. പക്ഷെ അവർ അതിലൊരു കാര്യം നോട്ട് ചെയ്തിരുന്നു. ഇതിൽ 3 എന്ന ഒരു നമ്പർ, 3 എന്ന നമ്പർ ആ ബെഡ്ഷീറ്റിൽ അടയാളപ്പെടുത്തിയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു അലക്കടയാളമായിട്ട് 3 എന്ന ഡിജിറ്റ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു റെഡ് ഇങ്ക് കൊണ്ടാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതല്ലാതെ മറ്റൊരു അടയാളം അവരതിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ആദ്യം ബെനഡിക്ട് അച്ഛൻ്റെ സ്ഥിരം അലക്കുകാരൻ പറഞ്ഞ നമ്പർ N ആണ്. ഈ N എന്ന ലെറ്റർ അദ്ദേഹം എഴുതുന്നത് ഒരു മാർക്കിംഗ് നട്ടിന്റെ പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ്. ഒരു ബ്ലാക്ക് കളറാണ് അത്. പക്ഷേ ഈ മറ്റൊരു അലക്കാരൻ കൂടി അച്ഛന്റെ ഡ്രസ്സ് അലക്കാനുള്ള സാധ്യതയില്ല, അതും വിധിന്യായത്തിൽ പറയുന്നുണ്ടല്ലോ. അതെ, അതായത് രണ്ടാമതൊരു അലക്കുകാരൻ കൂടി ഇവിടെ രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അച്ഛന്റെ സ്ഥിരം അലക്കുകാരന് അസുഖമായിരുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലപാതകം നടക്കുന്നതിന് 2 ആഴ്ച മുൻപ് താനാണ് അച്ഛന്റെ വസ്ത്രം അലക്കിയിട്ടുള്ളത് എന്നും അതിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്ന നമ്പർ 3 എന്നുമാണ്. ഇവിടെയാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ബെഡ്ഷീറ്റിൽ കണ്ട അതേ നമ്പർ 3 അത് തന്നെയാണ് അച്ഛൻ്റെ ബെഡ്ഷീറ്റിൽ അതല്ലെങ്കിൽ അച്ഛൻ്റെ വസ്ത്രങ്ങളിൽ അദ്ദേഹം മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഇവിടെ വളരെ സംശയകരമാണ് ഈ കാര്യത്തിൽ. ബെനഡിക്ട് അച്ഛൻ നിഷേധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അലക്കുകാരൻ ഈ കൊലപാതകത്തിന് മുമ്പ് തനിക്ക് ഇത്തരത്തിലൊരു ഡ്രസ്സ് അലക്കി തിരിച്ചു തന്നതായിട്ടുള്ള കാര്യം അച്ഛൻ നിഷേധിക്കുന്നുണ്ട്. അച്ഛൻ പറയുന്നത് ഏകദേശം 17-ാം തീയതിക്ക് ശേഷമാണ് ഈ അലക്കുകാരൻ അലക്കിയ വസ്ത്രങ്ങൾ കിട്ടിയിട്ടുള്ളതെന്നാണ് അച്ഛൻ പറയുന്നത്. പക്ഷേ ഇവിടെ എന്ത് തന്നെയായാലും 3 എന്ന ഡിജിറ്റ് ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കൊലപാതക സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ
ബെഡ്ഷീറ്റിൽ ഉണ്ടായിരുന്നത് 3 എന്ന ഡിജിറ്റ് മാത്രമാണ്. ഈ 3 എന്ന ഡിജിറ്റ് അച്ഛൻ്റെ സ്ഥിരം അലക്കുകാരൻ ഉപയോഗിക്കുന്ന നമ്പർ അല്ല. മറ്റൊരു തവണ മാത്രം, ഒറ്റ തവണയ്ക്ക് വേണ്ടി മാത്രം അലക്കിയ അലക്കുകാരൻ പറഞ്ഞ നമ്പറാണ് 3. അതോ അദ്ദേഹത്തെ കൊണ്ട് അത് പറയിപ്പിച്ചതാണോ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ എങ്ങനെയായിരുന്നാലും ഈ ബെഡ്ഷീറ്റിൽ 3 എന്ന ഡിജിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനകത്ത് അച്ഛൻ നിഷേധിക്കുന്നുണ്ടല്ലോ. കാരണം ഈ കൊലപാതകത്തിന് ശേഷം ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ മറ്റൊരു അലക്കുകാരൻ അലക്കിയ അഡ്രസ്സ് തിരിച്ചു കിട്ടിയെന്ന് അച്ഛൻ പറയുന്നത്. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഈ അലക്കുകാരൻ പോലീസിനാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം. രണ്ടാമത്തെ അലക്കുകാരൻ പോലീസിനാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ഇനിയിപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം ഇതിൽ N എന്ന ഒരു ഡിജിറ്റ് അല്ലെങ്കിൽ N എന്ന് പറഞ്ഞ ഒരു ലെറ്റർ അതിൽ വരുത്തുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു മാസം മുൻപേ ഒരു അറിവ് കിട്ടിയിട്ടുണ്ട്. ഫാദർ ബെനഡിക്ട് ഓണംകുളത്തിൻ്റെ നമ്പർ N എന്നാണെന്നുള്ളത് അവർക്ക് ഒരു അറിവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് അവർ ചെയ്ത ഒരു കടുങ്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ജൂലൈ 27-ാം തീയതി അവർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു അപേക്ഷ നൽകുകയാണ്. ഞങ്ങൾക്ക് അന്വേഷണ ആവശ്യത്തിനായിട്ട് ഈ ബെഡ്ഷീറ്റ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. ഏകദേശം ആ സമയത്തൊക്കെ ഒരു ബ്രൗൺ കളറിലുള്ളൊരു ബെഡ്ഷീറ്റായിട്ട് അത് മാറിയിട്ടുണ്ടായിരുന്നു. ശരിക്കും റെഡ് ആൻഡ് വൈറ്റ് ചെക്ക് ബെഡ്ഷീറ്റാണ് ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. ബ്ലഡിൽ കിടന്നതിൻ്റെ ഫലമായിട്ട് അതൊരു ഏകദേശം ഒരു ബ്രൗണിഷ് കളറിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇപ്രകാരം ഒരു N ഉണ്ടോ അല്ലെങ്കിൽ 3ന്റെ കാര്യം കൺഫേം വരുത്താൻ വേണ്ടി അപ്പോൾ അവിടെ പ്രോസിക്യൂഷൻ വിറ്റ്നസ് 42 നോർമലി എന്താണ് ചെയ്യേണ്ടത്? ഈ ബെഡ്ഷീറ്റ് കാണിക്കാനായി ധോബികളെ വിളിച്ചു വരുത്തി അത് കൃത്യമായിട്ടുള്ള അതിൻ്റെ ആ ഒരു ഇൻസ്പെക്ഷൻ നടത്തുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ പ്രോസിക്യൂഷൻ വിറ്റ്നസ് ഇവിടെ അരുൺ പറഞ്ഞതുപോലെ ചെയ്തത് അതല്ല. മറിച്ച് ഈ അന്വേഷണ ആവശ്യത്തിനായി കോടതിയോട് ഈ ബെഡ്ഷീറ്റ് വിട്ടുകിട്ടാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഇനി നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ഏകദേശം 9-10 ദിവസത്തോളം ഈ ബെഡ്ഷീറ്റ് പോലീസിൻ്റെ കൈകളിലായിരുന്നു. എന്നാൽ ഈ ഒരു ബെഡ്ഷീറ്റ് വിട്ടുകൊടുക്കുമ്പോൾ മജിസ്ട്രേറ്റ് പറഞ്ഞത് ഏറിയ 3 ദിവസം അതിനുള്ളിൽ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത്. എന്നാൽ അത് അവിടെ അപ്രകാരം സംഭവിക്കുന്നില്ല. അവിടെ ഒരു 9-10 ദിവസത്തോളം പോലീസ് പറഞ്ഞാൽ ഓഗസ്റ്റ് 4-ാം തീയതി, 1966 ഓഗസ്റ്റ് 4-ാം തീയതിയാണ് തിരിച്ചു കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് 27 എന്ന ഡേറ്റും 4-ാം തീയതി ഓഗസ്റ്റ് 4 എന്ന ഡേറ്റും ഈ ദിവസങ്ങളിലാണ് കേസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. ഈ ബെനഡിക്റ്റ് അച്ഛന് മുമ്പ് ആദ്യം ഒരു ചോദ്യം ചെയ്യാനായിട്ട് മറ്റൊരു അച്ഛനെയാണ് വിളിക്കുന്നത്. ആ അച്ഛനെ വിളിച്ച ദിവസങ്ങളും ബെനഡിക്റ്റ് അച്ഛനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ച് 30-ാം തീയതി രാത്രി, അതിനുശേഷം ബെനഡിക്റ്റ് അച്ഛൻ അറസ്റ്റിലാവുന്ന ദിവസം, അതിനുശേഷം ബെനഡിക്റ്റ് അച്ഛൻ്റെ റൂമിൽ നിന്ന് തൊണ്ടിമുതലുകളൊക്കെ എടുക്കുന്ന സമയങ്ങൾ, ഇതെല്ലാം ഇതേ സമയങ്ങളിലാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം, അപ്പോൾ ഇത്രയും ദിവസം പോലീസിന്റെ കൈകളിൽ ഈ ഒരു ബെഡ്ഷീറ്റ് ആയിരുന്നപ്പോൾ നമ്മൾ കണ്ടു പല രീതിയിലുള്ള ഈ ഒരു തെളിവുകളുടെ മേഖലകളിൽ പോലീസ് നടത്തുന്ന ഒരു അസാധാരണമായ പല ഇടപെടലുകൾ നമ്മൾ കണ്ടു. അപ്പോൾ ഹൈക്കോടതി കണ്ടെത്തിയ മറ്റൊരു നിരീക്ഷണം, ആ സമയങ്ങളിൽ വേണമെങ്കിൽ പല രീതിയിലുള്ള ആൾട്ടറേഷൻസ്, പല ചേഞ്ചുകൾ, പല അക്ഷരങ്ങൾ വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാൻ സാധിക്കും. അങ്ങനെ വന്നതായിരിക്കാം N എന്ന ഒരു പ്രബലമായ സംശയമാണ് ഹൈക്കോടതി അവിടെ പ്രകടിപ്പിച്ചത്. അത് ചെറിയ സംശയമൊന്നുമല്ല. കാരണം ഈ ഇൻക്വസ്റ്റ് സമയത്തോ മറ്റു പോലീസിന്റെ കൈവശം ഈ ബെഡ്ഷീറ്റ് ആദ്യം വന്ന സമയങ്ങളിലോ ഇങ്ങനെ ഒരു ലെറ്റർ പോലീസ് കണ്ടതായിട്ട് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നീട് അവർക്കൊരു സൂചന കിട്ടുന്നത് അച്ഛൻ്റെ അലക്കുകാരനെ ചോദ്യം ചെയ്യുമ്പോഴാണ്. അല്ല, അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു രസകരമായ കാര്യം, ഈ ബ്ലഡും ചെളിയും എല്ലാം പിടിച്ചിരുന്ന ഈ ഒരു ബെഡ്ഷീറ്റിൽ ഞങ്ങൾക്ക് N കണ്ടെത്താനായില്ല എന്ന് പോലീസ് പറഞ്ഞു. എന്നാൽ ഈ N കണ്ടെത്താത്ത പോലീസ് എന്ത് കണ്ടെത്തി? 3 കണ്ടെത്തി. അപ്പോൾ ഈ ചെളിയും ബ്ലഡും എല്ലാം പിടിച്ച് വളരെ മോശമായിരുന്ന ബെഡ്ഷീറ്റിൽ നിന്ന് 3 കണ്ടെത്താൻ സാധിച്ച പോലീസിന് എന്തുകൊണ്ട് N കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് ഹൈക്കോടതി ചോദിച്ചു. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ N കാണാൻ സാധിക്കാത്തതിന് പോലീസ് പറയുന്ന ഒരു എക്സ്ക്യൂസ്, N ആ ബെഡ്ഷീറ്റിൽ വളരെ ഫെയ്ഡായ രീതിയിൽ അല്ലെങ്കിൽ വളരെ അവ്യക്തമായ രീതിയിൽ, അതുപോലെ ഒരു സൈഡ് പൊളിഞ്ഞ രീതിയിലൊക്കെ ആയിരുന്നു. അതിനാലാണ് അവർക്ക് ഈ ഒരു 3 കാണാൻ സാധിച്ചു, എന്നാൽ N കാണാൻ സാധിച്ചിരുന്നത്. ഇവിടെ നമ്മൾ ബുദ്ധിയുള്ള ആര് ചിന്തിക്കുന്ന മറ്റൊരു ലോജിക്ക് ഇതാണ്, ഇപ്രകാരം തങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി രണ്ടാം ഘട്ടം ആരാണോ ഈ ഒരു ബെഡ്ഷീറ്റിൽ ഇപ്രകാരം എഴുതിയത് അവർ അപ്രകാരം ബോധപൂർവം ചെയ്തില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അവിടെ കോടതി ഒരു കാര്യം കൂടിയും പറയുന്നുണ്ട്, വളരെ ഉയർന്ന റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഈ ബെഡ്ഷീറ്റ് പരിശോധിച്ചത്. ഒന്നും അറിവില്ലാത്ത ഒരാളല്ല. അദ്ദേഹം പരിശോധിക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് പറയുന്നത് തന്നെ കള്ളമാണ്. അതെ. ഒപ്പം ഈ ഇത്തരത്തിലുള്ള വീണ്ടും പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത് ബെഡ്ഷീറ്റ് എടുക്കുന്നത്. അപ്പോൾ ഏകദേശം 10 ദിവസത്തോളം പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. ഈ ഒരു മാർക്ക് കാണാൻ വേണ്ടി ഒരു 10 ദിവസം എടുത്തു എന്ന് പറയുന്നതും വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യം പോലീസ് കസ്റ്റഡിയിൽ എടുത്ത ഒരു വൈദികനുണ്ട്. ആ വൈദികന്റെ വസ്ത്രങ്ങളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 3 എന്ന ഡിജിറ്റാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അദ്ദേഹത്തെയാണ് അവർ പ്രതിയാക്കാനായിട്ടുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ്, അതായത് ബെഡ്ഷീറ്റിലുള്ള 3യും ഈ അച്ഛൻ്റെ 3യും എല്ലാം ചേർത്ത് വെച്ചു. അതിനുശേഷമാണ് പിന്നീട് ബെനഡിക്റ്റ് അച്ഛനിലേക്ക് കേസ് മാറിയപ്പോൾ അപ്പോൾ N എന്ന ലെറ്ററിന് വളരെ പ്രാധാന്യം വന്നു. അതുകൊണ്ട് അവർ അതിൽ ബെനഡിക്റ്റ് അച്ഛൻ്റെ ബെഡ്ഷീറ്റിൽ
അതല്ലെങ്കിൽ ബെനഡിക്ട് അച്ഛൻ്റെ വസ്ത്രങ്ങളിൽ 3യും N-ഉം രേഖപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ല, ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരു വൈദികനെ പ്രതിയാക്കാൻ വേണ്ടി ചില ബെഡ്ഷീറ്റുകളിൽ 3 ചേർക്കുന്നു, ചില ബെഡ്ഷീറ്റുകളിൽ N ചേർക്കുന്നു. അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്താ പറഞ്ഞത്, ഒരു വളരെ ഗൂഢമായ പല നീക്കങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചെയ്തതിന്റെ കോടതി മറ്റൊരു കാര്യം കൂടി നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്ത കൂട്ടത്തിൽ ഇവര് അപ്പോൾ 2 ബെഡ്ഷീറ്റിലും ഒരേ നമ്പറും കാര്യങ്ങളെല്ലാം വന്നപ്പോൾ ആദ്യം കസ്റ്റഡിയിലെടുത്ത അച്ഛന്റെ 3 എന്ന ഡിജിറ്റിന്റെ മുൻപിൽ ഒരു 1 കൂടി ആഡ് ചെയ്തിട്ട് ആ അച്ഛന്റെ നമ്പർ 13 ആക്കിയിട്ട് മാറ്റിയതായിട്ട് കോടതിക്ക് സംശയമുണ്ടെന്ന് കോടതി പറയുകയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, കോടതി അവിടെ വ്യക്തമായി നിരീക്ഷിച്ചു, ഇതിൽ ഈ 3യും അതിൽ 1-ന്റെയും കൂടെ ആ ഒരു സൈസുകൾ തമ്മിൽ മാച്ച് ചെയ്യുന്നില്ല. ഇതിൽ 1 പിന്നീട് ആഡ് ചെയ്തിട്ട് സാധ്യതയുണ്ടെന്ന് വളരെ കൃത്യമായി കോടതി കണ്ടെത്തി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ചെയ്തത് വളരെ കൃത്രിമത്വം നിറഞ്ഞ കാര്യമാണ്. ആദ്യം ഒരു അച്ഛനെ അവർ പ്രതിയാക്കാൻ ശ്രമിക്കുന്നു, ആ അച്ഛനിൽ 3 എന്ന ഡിജിറ്റ് ഇടുന്നു. അതിനുശേഷം ആ അച്ഛനിൽ നിന്ന് ബെനഡിക്ട് അച്ഛനിലേക്ക് മാറുന്നു. ബെനഡിക്ട് അച്ഛന്റെ വസ്ത്രങ്ങളിൽ 3 എന്ന നമ്പറും N എന്ന നമ്പറും ഇടുന്നു. അപ്പോൾ അവിടെ 2 അച്ഛന്മാരുടെ നമ്പറിലും 3 എന്ന ഡിജിറ്റ് വരും. അതുകൊണ്ട് 3 എന്ന് രേഖപ്പെടുത്തിയ ആദ്യത്തെ അച്ഛന്റെ നമ്പർ 3 മാറ്റി 13 ആക്കിയിട്ട് മാറ്റുന്നു. കൃത്യമായിട്ട് തന്നെ ഈ ധോബിയുടെ അല്ലെങ്കിൽ അലക്കുകാരന്റെ മാർക്ക്, അതായത് തങ്ങൾ അലക്കാൻ കൊടുത്ത വസ്ത്രങ്ങളിൽ ഇവരുടെ മാർക്കുണ്ടെന്ന് തീർച്ചയായിട്ടും അറിയാം. അപ്പൊ അത്തരം മാർക്കുള്ള അല്ലെങ്കിൽ അന്വേഷണം കൃത്യമായി തങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ അതിന് സഹായകരമാകുന്ന എല്ലാ തെളിവുകളും സംഭവ സ്ഥലത്ത് അവശേഷിപ്പിച്ചിട്ട് ഒരു പ്രതി പോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ കത്തിയേക്കാളും കുറെ കൂടി വിചിത്രമായ ഒരു തെളിവാണ്, അല്ലേ? അതെ, കുറെ കൂടി പോലീസ് കത്തിയേക്കാളും കുറെ കൂടി അതിബുദ്ധി കാണിച്ചു എന്ന് പറയാം. അതിബുദ്ധി പക്ഷേ പ്രോസിക്യൂഷന് ഒരു ഹാനികരമായിട്ട് സംഭവിച്ചു, വിചാരണ കോടതിയിൽ സംഭവിച്ചു. അത് ഹൈക്കോടതി കൃത്യമായി തന്നെ ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ആസൂത്രണം നടത്തി, നല്ല ആസൂത്രണം നടത്തി. അത് പക്ഷേ അച്ഛനല്ല നടത്തിയത്, പോലീസാണ് നമ്മൾ പറയേണ്ടി വരും. അതെ, ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടും വിചാരണയുമായി കൊല്ലം സെഷൻസ് കോടതിയിൽ നടന്ന വിചാരണയുമായി ഈ കേസ് ആഴത്തിൽ പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ ഈസിയായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇതാണ്. ഇതിൽ ആസൂത്രണം നടന്നത് അച്ഛന്റെ ഭാഗത്തുനിന്നല്ല, മറിച്ച് പോലീസിന്റെ ഭാഗത്തുനിന്ന്.